ഇന്നും ഒരു നോൺ വെജ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയത് കുറച്ച് മല്ലിപ്പൊടി, സാദാ മുളക് പൊടിയാ, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ജീരകം, പട്ട ഒരു കഷ്ണം, ഗ്രാമ്പൂ ഒരു 3-4 ഏലക്ക, പെരിഞ്ജീരകവ, കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, ഉപ്പ്, ഇച്ചിരി കട്ടി തേങ്ങാപ്പാൽ, ഇച്ചിരി വിനാഗിരിയ, മീഡിയം സൈസ് 2 സവാള, 1 കിലോളം കോഴിയാ മേടിച്ചേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് കോഴിക്കകത്തോട്ട് ഒരു ഇച്ചിരി മസാല പെരട്ടി വെക്കണം. അതിന് ഇച്ചിരി അരയ്ക്കാനുണ്ട്. 1/2 ടീസ്പൂണോളം മഞ്ഞപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ വേണ്ടത് മുളക് പൊടി, കുരുമുളക്, പിന്നെ സാദാ ജീരകം, കട്ടിയില്ലാത്ത പട്ടയാണ്. അപ്പൊ അതിന്റെ ഈ ഒരു കഷ്ണം ഇടുക. ഇനി നെക്സ്റ്റ് ഗ്രാമ്പു ഒരു 3-4, ഏലക്കയും അതേപോലെ ഒരു 3-4, പെരുംജീരകം 1 ടീസ്പൂൺ ഫുൾ ഇട്ടു. ഇത് ഇത്രയും നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കണം. ഓക്കെ, ഇപ്പൊ നമ്മുടെ മസാല നല്ലതായിട്ട് ആയി. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ ചിക്കൻ നമ്മുടെ ഈ പാനിനകത്തോട്ട് ഇട്ടേച്ച് ആ മസാല നല്ലതായിട്ട് പെരട്ടണം. അപ്പൊ ചിക്കനകത്ത് കംപ്ലീറ്റ് മസാല പെരട്ടി അതിന്റെ കൂടെ തന്നെ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഈ പറഞ്ഞ പോലെ ഇച്ചിരി വെള്ളം ഒഴിച്ചു. ഇനി ഇതൊന്ന് വെന്തതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം. ചിക്കൻ വെന്തിട്ടുണ്ട്, ഇതൊന്ന് വറുത്തെടുക്കാൻ പോവാം. സവാളയും കൂടെ വഴറ്റാൻ പോവാ. കുറച്ചുകൂടെ ഗ്രേവി കൂട്ടാനായിട്ടാണ് ഈ കുറച്ചുകൂടെ സവാള നമ്മൾ ചേർക്കുന്നത്. വെരി ഓപ്ഷണൽ. നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇല്ലേ, അതും കൂടെ ഇതിനകത്തോട്ട് ചേർക്കുക. ഇച്ചിരി വിനാഗിരിയ തേങ്ങാപ്പാലൂടെ ഒഴിക്കുവാണേ.